ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ലോറനെയാണ് കാണിക്കുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അഭിനയ രംഗത്തേക്ക് വന്ന ലോറൻ ഇപ്പോൾ ഹോളിവുഡിൽ പ്രശസ്ത നടിയാണ്. മീഡ ജോൺസൺസ് എന്ന ഒരു കുടുംബ പരമ്പരയിലെ പ്രധാന കഥാപാത്രമായിരുന്നു അവൾ. അവളുടെ ജീവിതം സമപ്രായക്കാരുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്ന ലോറൻ സന്തോഷവതിയായിരുന്നു. ഈ ഷോയിലൂടെ അവൾ വളർന്നു വലുതായി. ഒരു ഹാക്കർ അവളുടെ ഫോണിൽ കടന്നു കയറി ഗർഭപരിശോധനയുടെ ഒരു സ്വകാര്യ ചിത്രം പുറത്തുവിട്ടതോടെ ലോറൻ്റെ വീടിന് മുൻപിൽ പത്രക്കാരും മാധ്യമങ്ങളും തടിച്ചുകൂടി. ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും അവളെ വല്ലാതെ അലട്ടി. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾ തീരുമാനിച്ചു. അതുകൊണ്ട് അവളുടെ സെക്രട്ടറി കാടിനുള്ളിലെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കുറച്ചു കാലം താമസിക്കാനായി ഒരു വീട് കണ്ടെത്തി. മാധ്യമങ്ങളെ കബളിപ്പിക്കാനായി സെക്രട്ടറി ഒരു കാറിൽ കയറി മുൻവാതിലിലൂടെ പുറത്തേക്ക് പോവുകയും ലോറൻ രഹസ്യമായി പിൻവാതിലിലൂടെ അവധിക്കായി യാത്ര തിരിക്കുകയും ചെയ്തു. യാത്രക്കിടയിൽ ലോറന് അവളുടെ ഏജൻറ്റിൻ്റെ പക്കൽ നിന്നും ഒരു കോൾ വന്നു. ഏജൻറ്റ് അവളെ സമാധാനിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം ശരിയാകുമെന്നും ഹാക്കറെ ഉടൻ കണ്ടെത്താൻ സാധിക്കുമെന്നും ഉറപ്പു നൽകി. അധികം വൈകാതെ തന്നെ അവൾ ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ആ സ്ഥലം വളരെ ശാന്തവും സുന്ദരവുമായിരുന്നു. എന്നാൽ ആ ശാന്തമായ വീടിനുള്ളിൽ നിറയെ ക്യാമറകൾ ഉണ്ടായിരുന്നുവെന്നും ഒരു യുവാവ് ആ ക്യാമറകളിലൂടെ അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ലോറനെ കണ്ട ഉടൻ തന്നെ ആ യുവാവ് അത് വലിയൊരു നടിയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ലോറൻ അലസ്യമായി സോഫയിലിരിക്കുകയും അവിടുത്തെ വൈഫൈയിലേക്ക് തൻ്റെ മൊബൈൽ കണക്ട് ചെയ്യുകയും ചെയ്തു. പുറത്തുള്ള വൈഫൈയിലേക്ക് കണക്ട് ചെയ്യരുതെന്ന് അസിസ്റ്റൻ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ലോറൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇത്തരം സ്ഥലങ്ങളിലെ വൈഫൈ കണക്ട് ചെയ്യുന്നത് ഹാക്കിംഗ് എളുപ്പമാക്കുമെന്ന് അസിസ്റ്റൻ്റ് പറഞ്ഞിരുന്നു. ലോറൻ വാർത്തകൾ ഓൺ ചെയ്ത് തന്നെക്കുറിച്ചുള്ള വാർത്തകളും റേറ്റിംഗ് കുറഞ്ഞ അവളുടെ ഷോയുടെ വിവരങ്ങളും കണ്ടു. കുട്ടിക്കാലത്ത് തൊട്ട് അവൾ അഭിനയിച്ചു തുടങ്ങിയിരുന്ന ആ പരമ്പരയിലെ അവളുടെ അച്ഛനായി അഭിനയിച്ചിരുന്ന വ്യക്തിയായിരുന്നു ലോറൻ്റെ വയറ്റിലുള്ള കുട്ടിയുടെ അച്ഛൻ. അയാളുടെ പേര് പീറ്റർ എന്നായിരുന്നു. ആ മനുഷ്യൻ ലോറനെ വിളിച്ചു. അവളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. പക്ഷേ ലോറൻ തൻ്റെ സ്ഥലം വെളിപ്പെടുത്തിയില്ല. ലോറൻ, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നമ്മുടെ ജീവിതം, പ്രതിച്ഛായ, നമ്മുടെ ബന്ധം, പ്രത്യേകിച്ച് നമ്മുടെ ഷോ എന്നിവ നശിക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഗർഭധാരണ വാർത്ത പുറത്തു വന്നാൽ എല്ലാം തകരും. അയാൾ സൗമ്യമായി സംസാരിച്ചു. അയാൾ അവളോട് ചോദിച്ചു, കൂടുതൽ മാസങ്ങളാകുന്നതിന് മുൻപ് ഒരു ഡോക്ടറെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാം. ഈ കാര്യങ്ങളിൽ നിന്ന് മോചനം നേടാം. ഇതിൻ്റെ ചെലവ് ഞാൻ വഹിക്കാം. നീ എവിടെയാണെന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. അയാളുടെ വാക്കുകൾ ലോറനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. അവൾ ഫോൺ കട്ട് ചെയ്തു. അയാൾ വിവാഹിതനായിരുന്നു. അയാൾക്ക് കുട്ടികളുണ്ടായിരുന്നു. ലോറൻ്റെ ഗർഭധാരണ വാർത്ത അയാളുടെ വ്യക്തിപരവും ഔദ്യോഗികവുമായ ജീവിതം തകർക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ അസ്വസ്ഥനായിരുന്നു. അയാളുടെ മുൻപിൽ അയാളുടെ അസിസ്റ്റൻ്റായ ക്രോഫ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം. എനിക്ക് പണം തരൂ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ലോറൻ ഇപ്പോൾ അസ്വസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പോയി ലോറനെ കൊന്നിട്ട് അവൾ വിഷാദത്തിൽ മയക്കുമരുന്ന് അധികമായി കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാം. അങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇതായിരുന്നു ക്രോഫ്റ്റിൻ്റെ അഭിപ്രായം. ഇതേസമയം ലോറൻ കോളുകൾ കാരണം വല്ലാതെ ബുദ്ധിമുട്ടുകയും തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തിരുന്നു. ലോറനെ നിരീക്ഷിച്ചിരുന്ന യുവാവും CCTV ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോഴേക്കും അവൻ്റെ അമ്മാവൻ അവിടെ എത്തിയിരുന്നു. മൊബൈലിൽ CCTV ദൃശ്യങ്ങൾ കണ്ട അദ്ദേഹം വളരെ പണമുള്ള ആരോ തങ്ങളുടെ പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ഉടൻ തന്നെ അയാളുടെ മനസ്സിലേക്ക് ഒരു മോഷണത്തെക്കുറിച്ചുള്ള പദ്ധതി ഓടിയെത്തി. ഈ ഒരു മനുഷ്യൻ്റെ പേര് ഡാരൻ എന്നായിരുന്നു. അയാൾ തൻ്റെ റൂംമേറ്റ് മേർജിനെയും കൂടെ കൂട്ടി അവിടെ നിന്ന് അവളുടെ വിലപിടിപ്പുള്ള കുറച്ച് സാധനങ്ങൾ മോഷ്ടിച്ച് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു അവരുടെ ലളിതമായ പദ്ധതി. അങ്ങനെ അവർ ലോറൻ താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലേക്കെത്തി. എന്നാൽ ലോറൻ്റെ നായ അവർ വന്നത് മണത്തറിയുകയും ഉച്ചത്തിൽ കുരയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തു. പേടിച്ചു പോയ ലോറൻ ഉണർന്നു. വീട്ടിൽ ആരോ ഉണ്ടെന്ന് അവൾക്കും തോന്നി. അതുകൊണ്ടവൾ ഒരു മുറിയിലെ ചെറിയ ക്യാബിനുള്ളിൽ ഒളിച്ചു. ക്യാബിനുള്ളിലിരുന്ന് അവൾക്ക് മുറിയിലെ സാധനങ്ങൾ ഇറങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ലോറൻ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്കെന്താണ് വേണ്ടത്? മെർജെ അവളുടെ ശബ്ദം കേട്ട് അല്പം പരിഭ്രാന്തനായി. എന്നാൽ ഡാരൻ പറഞ്ഞു, നമുക്ക് അവളുമായി ഒരു ബന്ധവുമില്ല. നീ സാധനങ്ങൾ പെറുക്കിയെടുക്കൂ, നമുക്ക് പോകാം. എന്നാൽ മെർജെ ഡാരൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല. അവൻ പറഞ്ഞു, ഈ പെൺകുട്ടി നമ്മളെ തീർച്ചയായും കൊടുക്കും. അവളത് ചെയ്യാതിരിക്കാൻ നമ്മൾ അവളെയും ഭീഷണിപ്പെടുത്തണം. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോറനെ ഫോൺ വഴി നിരീക്ഷിച്ചിരുന്ന ആ പ്രോപ്പർട്ടിയുടെ ഉടമ അവിടേക്ക് വന്നു. ആ ഉടമയുടെ ഫോണിലെ ദൃശ്യങ്ങൾ കണ്ടിട്ടാണല്ലോ ഡാരനും മേർജും മോഷണത്തിനായി വന്നത്. അയാൾ അവർക്ക് മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ അവളുടെ സാധനങ്ങൾ മോഷ്ടിക്കരുത്. ഈ പെൺകുട്ടി വളരെ പ്രശസ്തയാണ്.
അകത്തുനിന്ന് ലോറൻ്റെ പേടിച്ചരണ്ട ശബ്ദം വീണ്ടും കേട്ടു. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതെല്ലാം എടുത്തോളൂ, ഞാൻ ആരോടും പറയില്ല, എന്നെ വെറുതെ വിടൂ. മേർജി വാതിൽ തുറന്ന് അവളെ വീണ്ടും ഭീഷണിപ്പെടുത്താനായി ശ്രമിച്ചു. എന്നാൽ ഡാരനും മറ്റേ യുവാവും അവനെ തടയാനായി ശ്രമിച്ചു. ഈ പിടിവലിക്കിടെ മേർജിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പൊട്ടുകയും വെടിയുണ്ട ആ ഓണറായ യുവാവിൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറുകയും ചെയ്തു. രക്തം കണ്ടതോടെ അവർ പരിഭ്രാന്തിയിലായി. ഇനി ജയിലിൽ പോകേണ്ടി വരുമെന്ന് അവർക്ക് മനസ്സിലായി. ഡാരൻ പേടിച്ച് കരയാൻ തുടങ്ങി. നീ തന്നെ ഇത് അവസാനിപ്പിക്കണമെന്ന് ഡാരൻ മേർജിനോട് പറഞ്ഞു. അതോടെ മേർജി അയാളുടെ തലയിൽ വെടിവെച്ച് അവനെ കൊന്നു. ഇതെല്ലാം കണ്ട ഡാരൻ വല്ലാതെ പരിഭ്രാന്തനായി. അവൻ ലോറനോട് ദേഷ്യപ്പെട്ടു. ഇതിനെല്ലാം കാരണം നീയാണ്. ഞങ്ങൾ ആദ്യം നിന്നെ കൊല്ലണമായിരുന്നു, എങ്കിൽ എൻ്റെ മരുമകൻ മരിക്കില്ലായിരുന്നു. ദേഷ്യത്തിൽ ഡാരൻ ആ ക്യാബിൻ്റെ വാതിലിൻ്റെ പിടി തകർത്തു. ഡാരൻ പരിഭ്രാന്തനായിരുന്നെങ്കിലും മേർജി പൂർണ്ണമായും ബോധത്തിലായിരുന്നു. അവൻ ഡാരനോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കൂ, ആരെയും അകത്തേക്ക് കടത്തിവിടരുത്. ഞാൻ ഈ മൃതദേഹം മാറ്റാനുള്ള സാധനങ്ങൾ എടുക്കാൻ പോവുകയാണ്. മേർജി പോയ ഉടൻ ഡാരനും അവിടെ നിന്നും പോയി. വാതിലിൻ്റെ പിടി തകർന്നതുകൊണ്ട് ലോറൻ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അവൾ ആ വാതിൽ തുറക്കാൻ ഒരുപാട് ശ്രമിച്ചു. അത് തള്ളി, പക്ഷേ അത് തുറന്നില്ല. അവളുടെ ശ്രമങ്ങൾ അവളെ തന്നെ വേദനിപ്പിച്ചു. അവൾ സഹായത്തിനായി ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ അടുത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അവൾ നായയെ വിളിച്ചു. പക്ഷേ പേടിച്ച് നായയും ഓടിപ്പോയിരുന്നു. കരഞ്ഞ് ലോറൻ ക്ഷീണിതയായി ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ അവൾ ഉണർന്നപ്പോൾ ആ ക്യാബിനുള്ളിൽ ഒരു വാട്ടർ ഹീറ്ററും വയറിംഗ് തകരാറിലായ ഒരൊറ്റ ബൾബും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ എങ്ങനെയോ അതിൻ്റെ വയറിംഗ് ശരിയാക്കി ബൾബ് ഓൺ ചെയ്തു. അപ്പോഴേക്കും അവൾക്ക് അതിയായ വിശപ്പും വിചിത്രമായ തോന്നലുകളും അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. അവൾ വയറിൽ കൈവച്ചിരുന്നു. അവൾക്ക് ദാഹിച്ചു. വിഷമത്തോടെ അവൾ പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് വെള്ളമൊഴുകുന്ന ശബ്ദം കേട്ടു. മുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ അവിടെ വെള്ളം പോകുന്ന ഒരു പൈപ്പ് കണ്ടു. അവൾ ക്യാബിൻ്റെ ഭിത്തിയിൽ തട്ടി നോക്കി. അവ ഉള്ളിൽ പൊള്ളയാണെന്ന് മനസ്സിലാക്കി. ഏറ്റവും പൊള്ളയായ സ്ഥലം കണ്ടെത്തി അത് തകർക്കാനുള്ള ശ്രമം തുടങ്ങി. ഈ ശ്രമത്തിനിടയിൽ അവൾ കഷ്ടപ്പെട്ട് കത്തിച്ച ബൾബ് വീണ്ടും അണഞ്ഞു പോയിരുന്നു. അത് വീണ്ടും ശരിയാക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് ശക്തമായ ഷോക്കേറ്റു. ഷോക്കേറ്റത് അവളുടെ ദാഹം വർദ്ധിപ്പിക്കാൻ കാരണമാക്കി. എന്നാൽ അവൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ശാന്തയാവാൻ വേണ്ടി അവൾ ദീർഘമായി ശ്വാസമെടുക്കാൻ തുടങ്ങി. ഭിത്തിക്ക് പിന്നിൽ എന്തോ ഒന്ന് നടക്കുന്ന ശബ്ദം അവൾ കേട്ടു. അത് ഒരു എലിയുടേതാണെന്ന് അവൾക്കറിയാമായിരുന്നു. അപ്പോഴേക്കും മേർജും ഡാരനും അവിടേക്ക് തിരിച്ചെത്തിയിരുന്നു. അവരുടെ കാൽപ്പെരുമാറ്റം കേട്ട ലോറൻ നിലവിളിക്കാൻ തുടങ്ങി. ദയവായി എന്നെ സഹായിക്കൂ. നിങ്ങൾക്ക് വേണ്ടതെന്തും എന്നിൽ നിന്ന് എടുത്തോളൂ. എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. നിങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെങ്കിൽ ഞാൻ അതിനും റെഡിയാണ്. നിങ്ങൾ ചെയ്ത ഈ കൊലപാതകം ഞാൻ ഒളിച്ചു വയ്ക്കാം. ഞാൻ പോലീസിനോട് ഒരു കഥ പറയാം. ഞാനിവിടെ കുടുങ്ങിപ്പോയെന്നും ഇവിടെ നടന്നതൊന്നും ഞാൻ കണ്ടില്ലെന്നും പറയാം. ഡാരൻ, എൻ്റെ വാക്ക് കേൾക്കൂ. ഞാൻ പറയും, നിങ്ങളുടെ മരുമകൻ എന്നെ പിന്തുടരുകയായിരുന്നുവെന്നും അയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അയാളുടെ തോക്ക് പ്രവർത്തിച്ച് അയാൾക്ക് അബദ്ധവശാൽ വെടിയേറ്റതാണെന്ന് ഞാൻ പറയാം. ദയനീയമായ സ്വരത്തിലുള്ള അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഡാരൻ്റെ മനസ്സ് തകർന്നു. അവന് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനായി സാധിച്ചില്ല. അയാൾ തോക്ക് വായിൽ വെച്ച് ആത്മഹത്യക്കായി ശ്രമിച്ചു. ഒടുവിൽ സ്വയം കൊല്ലാൻ സാധിക്കാതെ വന്നപ്പോൾ എനിക്ക് മാപ്പ് തരൂവെന്ന് അവൻ ലോറനോട് പറഞ്ഞു. ഇത് കേട്ട് ലോറൻ വീണ്ടും അവനോട് പറഞ്ഞു, നോക്കൂ, ഞാനൊരു പ്രശസ്ത നടിയാണ്, എല്ലാവരും എന്നെ വിശ്വസിക്കും. ഡാരനെ ലോറനെ വിശ്വസിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ മെർജെ അവനെ അതിൽ നിന്നും വിലക്കി. ഭ്രാന്തനായ ഡാരൻ ദേഷ്യത്തിൽ തൻ്റെ കൈയും തലയും ഭിത്തിയിൽ ഇടിക്കാൻ തുടങ്ങി. അവനെ തടയാൻ മെർജി ദേഷ്യത്തിൽ ഭിത്തിയിലേക്ക് നിറയൊഴിച്ചു. എന്നാൽ ആ വെടിയുണ്ടകൾ ഭിത്തിയിൽ തട്ടി മെർജിൻ്റെ തലയിലും ഡാരൻ്റെ തോളിലും കൊണ്ടു. മെർജെ അവിടെ വെച്ച് തന്നെ മരിച്ചു. ഡാരന് ഗുരുതരമായി പരിക്കേറ്റു. സ്വയം രക്ഷിക്കാനായി ഡാരൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ലോറൻ അകത്തുനിന്ന് നിലവിളിച്ചു, താൻ ഗർഭിണിയാണ്. എന്നെ ഈ അവസ്ഥയിൽ ഉപേക്ഷിച്ച് പോകരുത്. നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യരുത്. എന്നാൽ മുറിവേറ്റ ഡാരൻ അവളുടെ വാക്കുകൾ കേൾക്കാതെ വിഷമത്തോടെ അവിടെ നിന്നും പോയി. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. അവിടെ എത്തിയ ഉടൻ തന്നെ അവൻ ബോധരഹിതനായി. ക്യാബിനുള്ളിൽ ലോറൻ തീർത്തും ക്ഷീണിതയായിരുന്നു. പെട്ടെന്നൊരെലി അവളുടെ മുകളിലൂടെ കടന്നുപോയി. അവൾക്കൊരു ഷോക്കേറ്റതുപോലെ തോന്നി. അവൾ വീണ്ടും എഴുന്നേറ്റു. വെളിച്ചമില്ലാതെ അവൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതിനാൽ അവൾ വീണ്ടും വയറിങ് ശരിയാക്കി ബൾബ് കത്തിക്കാനായി ശ്രമിച്ചു. ബൾബ് കത്തി. അപ്പോൾ അടുത്ത് ഒരു ഇരുമ്പ് പൈപ്പ് കണ്ടു. അതുകൊണ്ട് അവൾ എലിയെ അടിച്ചു കൊല്ലാനായി ശ്രമിച്ചു. അതിലവൾ വിജയിക്കുകയും ചെയ്തു. എന്നാൽ വിശപ്പും ദാഹവും മൂലം അവൾ ചെയ്ത ഈ ജോലികൾ കാരണം അവൾ കൂടുതൽ ക്ഷീണിതയായി താഴെ വീണു. അവൾക്ക് മതിഭ്രമം സംഭവിച്ചു. അതേസമയം ആശുപത്രിയിൽ ഡാരൻ്റെ പക്കലേക്ക് പോലീസ് എത്തിയിരുന്നു. ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞു, ഡാരൻ ബോധമില്ലാതെ
ഒരു ഗർഭിണിയായ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നെന്നും ഒരു പക്ഷേ അവൻ മയക്കുമരുന്നിൻ്റെ ലഹരിയിലായതുകൊണ്ട് അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു. ക്യാബിനുള്ളിൽ ലോറൻ്റെ അവസ്ഥ മരണാസന്നമായിരുന്നു. ദാഹം വർദ്ധിച്ചപ്പോൾ അവൾ മുകളിലൂടെ പോകുന്ന പൈപ്പിൽ നിന്ന് തുള്ളിതുള്ളിയായി താഴെ വീഴുന്ന വെള്ളം നക്കി കുടിക്കാൻ തുടങ്ങി. എന്നിട്ടും ദാഹം തീരാതെ വന്നപ്പോൾ അവൾ വെള്ളം വീഴുന്ന സ്ഥലം നക്കാൻ തുടങ്ങി. ആ കുറച്ച് വെള്ളം അവൾക്ക് വീണ്ടും ശക്തി നൽകി. ഇലയേക്കുന്ന അതേ ഇരുമ്പ് പൈപ്പ് അവൾ കയ്യിലെടുത്തു. അവൾ അതുപയോഗിച്ച് ഭിത്തി തകർക്കാൻ തുടങ്ങി. ഭിത്തി തകർത്തപ്പോൾ അവൾക്ക് കൂടുതൽ നിരാശ തോന്നി. കാരണം അതിൻ്റെ പിന്നിൽ ഇഷ്ടിക കൊണ്ടുള്ള മറ്റൊരു ഭിത്തിയായിരുന്നു. ഈ വഴിക്ക് അവൾക്ക് പുറത്തു കടക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഈ ഭിത്തിക്കുള്ളിൽ നിന്ന് അവൾക്ക് ഒരു എലിയുടെ കൂട് കിട്ടി. അവളുടെ ഭാഗ്യത്തിന് ആ കൂടിനുള്ളിൽ ഒരു ചുറ്റുകയുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. ഇതുപയോഗിച്ച് അവൾക്ക് വാതിൽ തുറക്കാൻ കഴിയുമെന്ന് അവൾ കരുതി. അവൾ ഇതേക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ മറ്റൊരു സംഭവമുണ്ടായി. മുകളിലെ വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടി. അതോടെ ആ ചെറിയ ക്യാബിനുള്ളിൽ വെള്ളം നിറയാൻ തുടങ്ങി. ലോറൻ പെട്ടെന്ന് വാതിൽ തുറന്നില്ലെങ്കിൽ അവൾ മുങ്ങിപ്പോവുകയും കേടായ വയറുകൾ കാരണം ഷോക്കടിച്ച് മരിക്കുകയും ചെയ്യും. ഇതേസമയം ലോറൻ്റെ നായയെ തെരുവിൽ നിന്നും ഒരു യുവതി രക്ഷപ്പെടുത്തിയിരുന്നു. അവൾ ഈ നായയുടെ ചിത്രമെടുത്ത് ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തു. കുറച്ച് സമയത്തിനു ശേഷം അവളുടെ പോസ്റ്റിന് ആയിരക്കണക്കിന് ലൈക്കുകൾ ലഭിച്ചപ്പോൾ കമൻറ്റുകളിൽ നിന്ന് ഇത് ലോറൻ്റെ നായയാണെന്ന് അവൾ മനസ്സിലാക്കി. പോലീസ് ഡാറിൻ്റെ വീട്ടിൽ പോയി അവൻ അങ്ങനെ വെടിയേറ്റു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. പോലീസിന് ഡാറിൻ്റെ വീട്ടിൽ നിന്ന് രക്തം പുരണ്ട ഒരു ഷർട്ട് കിട്ടി. അത് ഫോറൻസിക്കിനായി അയച്ചു. ലോറൻ്റെ കൂട്ടുകാരനായ പീറ്ററിന് വേണ്ടി ലോറനെ കൊല്ലാൻ തയ്യാറായ ക്രോഫ്റ്റ് ആ സ്ത്രീയുടെ പോസ്റ്റ് കണ്ട് അവളുമായി കോൺടാക്റ്റ് ചെയ്തു. നായയെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. നായയെ കണ്ട സ്ഥലം പറഞ്ഞാൽ വലിയൊരു തുക നൽകാമെന്നും അയാൾ വാഗ്ദാനം ചെയ്തു. ഇത് കേട്ടപ്പോൾ അവിടെ ഒരു നായയുടെ കാര്യം മാത്രമല്ല മറ്റെന്തോ കുഴപ്പമുണ്ടെന്ന് ആ യുവതിക്ക് മനസ്സിലായി. പിന്നീട് ആശുപത്രിയിൽ വെച്ച് ഡാരന് ബോധം തെളിഞ്ഞു. പോലീസ് അവനെ ചോദ്യം ചെയ്യുകയും അവൻ്റെ മരുമകനെക്കുറിച്ചും സുഹൃത്ത് മെർജിനെക്കുറിച്ചും ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഡാരൻ അവരെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. ആരാണ് തന്നെ ആക്രമിച്ചതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അത് സ്വന്തം തെറ്റുകൊണ്ട് പറ്റിയ വെടിയാണെന്നാണ് അവൻ പറഞ്ഞിരുന്നത്. ഒരു പൂട്ട് തകർക്കാൻ വെടിവെക്കുകയായിരുന്നു. അപ്പോഴാണ് വെടിയുണ്ട എൻ്റെ തോളിൽ കൊണ്ടത് എന്നവൻ പറഞ്ഞു. പോലീസ് അവനോട് പറഞ്ഞു. അവൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ രക്തം പുരണ്ട ഒരു ഷർട്ട് കിട്ടിയിരുന്നു. അത് ഫോറൻസിക്കിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും ആ ഷർട്ടിലെ രക്തം ആരുടേതാണെന്ന് ഉടൻ തന്നെ അറിയാമെന്നും പോലീസ് അവനെ അറിയിച്ചു. ഇതേസമയം ലോറൻ ആ ചുറ്റുക ഉപയോഗിച്ച് വാതിലിൻ്റെ വിയാവരികൾ തകർക്കാൻ തുടങ്ങിയിരുന്നു. അതേ നേരം ആവട്ടെ ക്രോഫ്റ്റ് ലോറൻ്റെ നായയെ കൊണ്ടുപോയ യുവതി ആ നായയെ ചികിത്സിക്കാനായി കൊണ്ടുപോയിരുന്ന മൃഗഡോക്ടറുടെ പക്കലേക്ക് എത്തിയിരുന്നു. അയാൾ ഡോക്ടർക്ക് പണം നൽകി. ആ യുവതിയെ ക്ലിനിക്കിലേക്ക് വിളിക്കാനായി ആവശ്യപ്പെട്ടു. ക്രോഫ്റ്റ് എന്തോ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ആ യുവതിയെ വിളിച്ച് എവിടെയാണെങ്കിലും ആ നായയുമായി ഒളിവിൽ പോകണമെന്ന് മുന്നറിയിപ്പ് നൽകി. അല്ലാത്ത പക്ഷം അവളുടെ ജീവൻ അപകടത്തിലാകുമെന്നും ഡോക്ടർ അവളെ അറിയിച്ചു. ഇതേസമയം ഡാരൻ ഡോക്ടറോടും പോലീസിനോടും വാഷ്റൂമിൽ പോകാൻ അനുവാദം ചോദിക്കുകയും അവരെ കബളിപ്പിച്ച് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. പുറത്തുണ്ടായിരുന്ന ഒരു കാർ മോഷ്ടിച്ച് അയാൾ ഉടൻ തന്നെ ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ലോറൻ്റെ ക്യാബിനുള്ളിൽ വെള്ളം അതിവേഗം നിറയാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് വാതിൽ തുറന്നില്ലെങ്കിൽ അവൾ മുങ്ങിപ്പോവുകയും കേടായ വയറുകൾ കാരണം ഷോക്കടിച്ച് മരിക്കുകയും ചെയ്യും. ലോറൻ്റെ നായിയെടുത്ത യുവതി ക്രോഫ്റ്റിനെ ഭയന്ന് ഒളിവിൽ പോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ ലോറൻ്റെ നായ കാറിൽ നിന്ന് പുറത്തേക്ക് ചാടി ലോറൻ ഉണ്ടായിരുന്ന ആ ഒരു വീട്ടിലേക്ക് ഓടിപ്പോയി. നായ അകത്ത് ചെന്ന് ലോറനെ തിരയുകയായിരുന്നു. അതേസമയം ലോറൻ വെള്ളത്തിൽ മുങ്ങി വാതിൽ തുറക്കാൻ പാടുപെടുകയായിരുന്നു. അവളുടെ തലവരെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ഡാരനൊടുവിൽ ആ മുറിയിലേക്കെത്തി. കാരണം അവൻ അവിടെയുള്ള മൃതദേഹം മാറ്റേണ്ടതുണ്ട്. ഈ ഒരു സമയത്താണ് അവൻ നായ അന്വേഷിച്ച് അവിടേക്ക് വന്നിരുന്ന യുവതിയുടെ ശബ്ദം കേൾക്കുന്നത്. യുവതി വാതിലിൽ മുട്ടുകയും ജനലിലൂടെ അകത്തേക്ക് നോക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അകത്തുണ്ടായിരുന്ന മൃതദേഹം കണ്ടു. ഇത് മനസ്സിലാക്കിയ ഡാരൻ അവളെ പിടികൂടി. ഈ സമയത്താണ് ക്രാഫ്റ്റ് അവിടേക്ക് എത്തുന്നത്. ലോറനെ ചോദിച്ചുകൊണ്ട് അവൻ തൻ്റെ തോക്കെടുത്ത് ഡാരൻ്റെ തലയിലേക്ക് വെടിവെച്ച് അവനെ കൊന്നു. ഉടൻ തന്നെ പീറ്ററിനെ വിളിച്ച് അവൻ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഇവിടുത്തെ സ്ഥിതിഗതികൾ വളരെ മോശമാണ്. ഒരു കൊലപാതകമല്ല, 4 കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇനി ഡബിൾ പണം വാങ്ങുമെന്ന് അവൻ അയാളോട് പറഞ്ഞു. അതിനുശേഷം ക്രോഫ്റ്റ് ലോറനെ തിരയാൻ തുടങ്ങി. അപ്പോഴാണ് ആ ക്യാബിനുള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടത്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പരിശോധിക്കാൻ അവൻ വളരെ ശ്രദ്ധയോടെ ക്യാബിനടുത്തേക്ക് നീങ്ങി. അപ്പോഴേക്കും അതിനുള്ളിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ലോറൻ ആ വാതിൽ തകർക്കുന്നതിൽ വിജയിക്കുകയും വാതിൽ വെള്ളത്തിൻ്റെ ശക്തമായ സമ്മർദ്ദത്തിൽ ക്രോഫ്റ്റിൻ്റെ മുകളിലേക്ക് വീഴുകയും ചെയ്തു. ക്രോഫ്റ്റിന് മുകളിൽ വാതിലും വാതിലിന് മുകളിൽ ലോറനുമായിരുന്നു.
അപ്പോഴേക്കും ലോറൻ്റെ നായയെ കണ്ടെത്തിയ ആ യുവതിയും അവിടെ എത്തിയിരുന്നു. ലോറൻ്റെ നായയെ പിന്തുടർന്നാണ് അവൾ അവിടെ എത്തിയിരുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് അവൾ ഞെട്ടിപ്പോയി. അവൾ ലോറനെ കൈ കൊടുത്ത് അവളെ വലിച്ചിഴച്ച് പുറത്തേക്കെടുത്തു. ആ യുവതി പറഞ്ഞു, നിങ്ങളുടെ ബോഡി ഗാർഡ് അക്രമിയെ കൊന്നിരിക്കുന്നു. ക്രാഫ്റ്റ് അവളുടെ ബോഡി ഗാർഡാണെന്ന് ആ യുവതി തെറ്റിദ്ധരിച്ചിരുന്നു. അപ്പോഴേക്കും ക്രാഫ്റ്റ് എഴുന്നേറ്റിരുന്നു. അയാൾ ലോറൻ്റെ നേർക്ക് തോക്കു ചൂണ്ടി. ആ യുവതി ക്രാഫ്റ്റിനെ തടയാനായി ശ്രമിച്ചു. ലോറൻ അവസരം മുതലെടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ആ യുവതിക്ക് അധിക നേരം ക്രാഫ്റ്റിനെ തടയാനായി കഴിഞ്ഞില്ല. ക്രാഫ്റ്റ് അവളെ ശക്തമായി ഇടിക്കുകയും അവളെ ബോധരഹിതയാക്കുകയും ചെയ്തു. ഈ സമയത്ത് ലോറൻ ഒളിച്ചിരിക്കുകയായിരുന്നു. അവൾ തൻ്റെ അവസരത്തിനായി കാത്തിരുന്നു. ക്രാഫ്റ്റ് മുന്നിൽ വന്ന ഉടൻ തന്നെ കൃത്യമായ അവസരം നോക്കി അവൾ പിന്നിൽ നിന്നൊരു മെറ്റൽ പൈപ്പ് കൊണ്ട് അവൻ്റെ തലയിൽ ശക്തമായി അടിച്ചു. ക്രാഫ്റ്റ് താഴെ വീണ് ബോധരഹിതനായി. ഈ സമയത്ത് ക്രാഫ്റ്റിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ലോറൻ അവനെ വിളിക്കുന്നത് തൻ്റെ വയറ്റിൽ ഗർഭമുണ്ടാക്കിയ പീറ്ററാണെന്ന് മനസ്സിലാക്കി. അവൾ ആ കോൾ എടുത്തു. പക്ഷേ ഒന്നും സംസാരിച്ചില്ല. പീറ്ററിൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ കൊല്ലാൻ ശ്രമിച്ചത് പീറ്റർ തന്നെയാണെന്ന് അവൾ വേദനയോടെ മനസ്സിലാക്കി. ഇതിനിടയിൽ ക്രാഫ്റ്റ് വീണ്ടും എഴുന്നേറ്റിരുന്നു. അയാൾ അവളുടെ കഴുത്തിൽ പിടിച്ച് ആക്രമിക്കാനായി ശ്രമിച്ചപ്പോൾ ലോറൻ വീണ്ടും അവൻ്റെ തലയിൽ പൈപ്പ് കൊണ്ടടിച്ചു. അവൻ്റെ തല പിളർന്ന് രക്തം ചീറ്റി. ലോറൻ്റെ മുഖം മുഴുവൻ രക്തത്തിൽ കുളിച്ചു. അങ്ങനെ അവൾക്ക് അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി സാധിച്ചു. അല്പസമയത്തിനകം തന്നെ പോലീസ് അവിടേക്കെത്തി. വന്നയുടൻ അവർ ലോറനെ തിരിച്ചറിഞ്ഞു. പുറത്ത് മാധ്യമങ്ങളും എത്തിയിരുന്നു. ലോറൻ ഈ സമയം അവളുടെ ഫോൺ ആവശ്യപ്പെട്ടു. എന്നിട്ട് മുൻപ് വിവാദമുണ്ടാക്കിയിരുന്ന അതേ ചിത്രം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തു. ശേഷം കാണിക്കുന്നത് ലോറനെ ഗർഭിണിയാക്കി മുങ്ങിയ പീറ്ററിനെയാണ്. ഈ സമയത്ത് മാധ്യമ സ്ഥാപനങ്ങൾ അയാളെ വിളിച്ച് ലോറനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു. അയാൾ ലോറൻ പറയുന്ന കഥകളെല്ലാം കള്ളമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരും അയാളെ വിശ്വസിക്കുന്നില്ല. ലോറനെ കൊല്ലാൻ ശ്രമിച്ചതിന് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.